ഹലോ ഗൈസ്, അപ്പോൾ പേപ്പർ വെച്ചിട്ട് ഒരു സിമ്പിൾ ഗിഫ്റ്റ് കാർഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ കാർഡ് ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കണം. അതായത് നമ്മൾ ഡ്രോയിങ് ബുക്കിലൊക്കെ ഉണ്ടാവണം പേപ്പറിൽ ആ സെയിം പേപ്പർ തന്നെയാണ്. പിന്നെ ഞാൻ ആ പേപ്പറിൽ മൊത്തം സ്റ്റാറിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ വരയ്ക്കണ സ്റ്റാർ ആവാത്തതുകൊണ്ട് ഞാൻ ഈ സ്കെയിലിൽ സ്റ്റാർ, അതായത് ഈ സ്കെയിലിൽ 3 ടൈപ്പിലുള്ള സ്റ്റാർ ഉണ്ട്. അപ്പോൾ ആ സ്റ്റാർ ഞാൻ എല്ലായിടത്തും പറഞ്ഞാൽ നടു പോർഷൻ ഒഴികെ ബാക്കി എല്ലായിടത്തും ഞാൻ ഈ സ്റ്റാറൊക്കെ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. അതായത് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. സ്റ്റാർ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുക്കാം. അപ്പോൾ ആ സ്റ്റാർ മൊത്തത്തിൽ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കളർ കൊടുക്കുകയാണ്. അപ്പോൾ കളർ ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത് ഒരു യെല്ലോ കളറാണ്. കുറച്ച് ബ്രൈറ്റ് യെല്ലോ ആണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ വെറൈറ്റി കളർ കൊടുക്കാം, അതായത് വേറെ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കളർ മാത്രം കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു കളർ മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റാറിനൊക്കെ കളർ എടുത്തപ്പോൾ ഏകദേശം ഇങ്ങനെ ഇട്ടുണ്ട് നമ്മുടെ കാർഡ്. എന്നിട്ട് അതിൽ ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ആനിവേഴ്സറി അങ്ങനത്തെ എന്താണ് നിങ്ങൾക്ക് എഴുതേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എഴുതാം കേട്ടോ. ഞാൻ ഇവിടെ ഹാപ്പി എന്ന് എഴുതിയപ്പോൾ തന്നെ മനസ്സിലായി അപ്പുറത്തൊന്നും എഴുതാൻ സ്ഥലമില്ലാന്ന്. അപ്പോൾ ഞാൻ ഹാപ്പിയിൽ ഒതുക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒക്കെ കൊള്ളാവും. പിന്നെ കാർഡിൻ്റെ ബാക്ക് പോർഷനിൽ അതേപോലത്തെ ഒരു സിമ്പിൾ ഡിസൈനാണ് കൊടുക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു മാർജിൻ വരച്ചിട്ട് അതിൽ ഇതേപോലത്തെ ഒരു ലീഫ് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷേ കാണാൻ അടിപൊളി ലുക്കാണ്. അപ്പോൾ നമ്മളത് മൊത്തം ചെയ്തിട്ടുണ്ട്. പിന്നെ ലീഫിന് പച്ച കളറും അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാർഡിൻ്റെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോർഡറുള്ള ഭാഗത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.